ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ BK ഫോട്ടോഗ്രാഫ്റ്റ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സോണി A7IV ഫേംവെയർ വേർഷൻ 5.0 റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിനകത്ത് വന്നേക്കുന്ന ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സ് ആർക്കൊക്കെ യൂസ്ഫുൾ ആണ്, ഈ ഫേംവെയർ വേർഷൻ 5.0 എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതുവരെ അത് അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടു നോക്കൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫേംവെയർ വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും, സോണിയുടെ A7IV സിസ്റ്റം സോഫ്റ്റ്വെയർ ഓർ ഫേംവെയർ അപ്ഡേറ്റ് വേർഷൻ 5.0 ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഹെഡിങ്, അതിൻ്റെ താഴത്തെ ഡൗൺലോഡ് ബട്ടൺ, അവൈലബിൾ മോഡൽ, അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്ന കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, സോ അവർ ആദ്യം തന്നെ പറയുന്നത് സോണി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെയാണ്. സോ അത് അക്കൗണ്ട് ഇല്ലെങ്കിൽ കൂടി വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നത്തെ ഫേംവെയർ വേർഷൻ ഞാനതില്ലാതെ ഡൗൺലോഡ് ചെയ്തതാണ്. സോ അടുത്തതായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവർ പറയുന്നത്. നമ്മൾ കറൻറ്റ് സോഫ്റ്റ്വെയർ വേർഷൻ ഒന്ന് കണ്ടുപിടിക്കണം. സോ കറൻറ്റ് സോഫ്റ്റ്വെയർ വേർഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ക്യാമറയുടെ സ്ക്രീനാണ് കാണുന്നത്. മെനുവിനകത്ത് സെറ്റപ്പിനകത്ത് താഴെ പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ഓപ്ഷൻസ് കാണും. അതിനകത്ത് വേർഷൻസിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി എന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത കറൻറ്റ് വേർഷൻ എന്താണെന്ന് കാണും. അപ്പോൾ കറൻറ്റ് വേർഷൻ എന്ന് പറയുന്നത് 4.0.0 ആണ് ഇവിടെ. സോ ഇതേപോലെ നിങ്ങളവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അവിടെ കാണിക്കുന്നത് 1.0.1ൻ്റെ താഴെയോ അല്ലെങ്കിൽ 1.0.1 ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 1.0.5 അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, സോ 1.0.5 അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഈ 5 അപ്ഗ്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ എന്തായാലും 1.0.1ൻ്റെ മുകളിലായിരിക്കും. സോ 1.0.5ൻ്റെ മുകളിലാണ് അപ്ഡേഷൻ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി 5.0 അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എറർ വരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇത് ഓൾഡർ വേർഷൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ വഴി മാത്രമാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പുതിയ വേർഷൻസിൽ നമ്മുടെ ക്രിയേറ്റർ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ബെറ്റർ നമുക്ക് എപ്പോഴും ഒരു കമ്പ്യൂട്ടർ വെച്ച് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ 1-2 പ്രാവശ്യം മൊബൈൽ വെച്ച് ട്രൈ ചെയ്ത സമയത്ത് സക്സസ്ഫുൾ ആയി, പക്ഷേ ഒത്തിരി പ്രാവശ്യം ഫെയിൽ ആയതിനു ശേഷമാണ് സക്സസ്ഫുൾ ആയത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഏരിയാസിലോട്ട് കിടക്കാം. ഇതിനകത്ത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന സാധനമാണ് റൈറ്റിംഗ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്, ഇതൊരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ സിഗ്നേച്ചർ കൊടുക്കുകയാണ്. ഓരോ പ്രാവശ്യം ഇമേജ് എടുക്കുന്ന സമയത്തും ഒരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ സിഗ്നേച്ചർ നമ്മൾ അത് ഇമേജിലോട്ട് അപ്ലൈ ചെയ്യാണ്. എന്തെങ്കിലും എഡിറ്റ് ചെയ്തതോ ആൾട്ടർ ചെയ്ത എന്ത് കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ടേംപേർഡ് ആയിട്ടുള്ള ഇമേജ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ സിഗ്നേച്ചർ ഇൻവാലിഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഫോറൻസിക് ഫോട്ടോഗ്രാഫേഴ്സ്, ക്രൂഷ്യലായിട്ടുള്ള ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. കാരണം ഇപ്പോൾ ഫോറൻസിക് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാലോ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വല്ല കേസിൻ്റെയും ഭാഗമായിട്ടായിരിക്കും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത്. എല്ലാവർക്കും ആസ് ഓഫ് നോ എനേബിൾ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽസിനും പർട്ടിക്കുലർ ആയിട്ടുള്ള മീഡിയ ആൾക്കാർക്കും മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. മാത്രമല്ല ഇതൊരു പെയ്ഡ് സർവീസാണ്, സോണിയുടെ സൈഡിൽ നിന്നുള്ളൊരു പെയ്ഡ് സർവീസാണ്. ഇത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും, യൂറോപ്പിൽ കുറച്ചധികം കൺട്രീസിലോട്ട് ഇത് ആക്സസ് ആണ്. ബട്ട് ഏഷ്യയിൽ ഇസ്രായേലും ചൈനയാണോ തൈവാനാണോ എന്നറിയില്ല, പിന്നെ നോർത്ത് അമേരിക്കയിലും ആകെ കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്, ഇത്രയും ഏരിയാസിലാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളെ പോലുള്ള ഒരു സാധാ യൂസർക്ക് ആസ് ഓഫ് നൗ ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ വന്നേക്കുന്ന കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റെബിലിറ്റിയാണ്. അതായത് അവർ പറയുന്നത് ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോയും വീഡിയോയും സിങ്ക് ആവാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അടുത്തത് ഫംഗ്ഷൻ മെനു നാവിഗേഷൻ. ഇപ്പം നമ്മൾ മെനു ഒക്കെ നാവിഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്ത രീതിയിലോട്ട് വരുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റിൽ ഇമേജസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വീഡിയോ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്തുള്ളൊരു പ്രശ്നം, ആ പ്രശ്നങ്ങളും റിസോൾവ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റിൽ ഇമേജസ് എടുക്കുമ്പോൾ തന്നെ മൂവി ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട്. സോ മേ ബി അങ്ങനെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മേ ബി ഇത് റിസോൾവ് ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സും ഓവറോൾ ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ, അതായത് സാധാരണ യൂസറിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഇതിനകത്ത് വന്നിട്ടില്ല എന്നാണ് ഈ ഒരു ഡോക്യുമെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി വൺസ് ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ ആഴ്ച യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയാൻ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് തോന്നിയോ ഇല്ല എന്നൊക്കെ. ഇനി ഇത് നമുക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളൊരു ഘട്ടത്തിലോട്ട് കടക്കാം. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ പറയും. ക്രിയേറ്റ് അക്കൗണ്ട്, ഡൗൺലോഡ് വിത്തൗട്ട് എൻ അക്കൗണ്ട്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഇവിടെ ഡൗൺലോഡ് ആയി വരും. സോ വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SD കാർഡ് എടുക്കുക. SD കാർഡ് എടുത്തിട്ട് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നു. SD കാർഡ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്തേക്ക് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഫയലിനെ എടുക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ body.dat എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ കിടക്കുന്നുണ്ടാവും. ഈ സാധനത്തിനെ നമ്മൾ കോപ്പി ചെയ്തിടുക. കാർഡ് സ്ലോട്ടിനകത്ത് ഇടുന്നു. ഓക്കെ. ഇനി അഗെയിൻ നമ്മൾ സെറ്റപ്പിനകത്ത് സെറ്റപ്പ് ഓപ്ഷൻസിനകത്ത് വേർഷൻസിനകത്ത് പോകുന്ന സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സോ ഇത് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. ഇത് അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് 4.0 എന്ന് 5.0 അപ്ഗ്രേഡ് ചെയ്യുന്നത്. പ്ലീസ് ഫോളോ ദിസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് താഴെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീന് ഓഫായി പോകും. സ്ക്രീനിനകത്തൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഇതിൻ്റെ ഇവിടെ റെഡ് ബട്ടൺ ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോണിയുടെ തന്നെ ഒറിജിനൽ ബാറ്ററി, അതായത് NP-FZ100 എന്ന് പറയുന്ന ആ ഒറിജിനൽ ബാറ്ററി ഒരു ഫുൾ ചാർജോട് കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് പാർട്ടി ബാറ്ററി ഒന്നും നമുക്കങ്ങനെ ഒരു ട്രസ്റ്റബിൾ അല്ല. സം ഇഷ്യൂസ് ഒക്കെ വന്നെന്ന് വെച്ചാൽ പിന്നെ ക്രാഷ് ആവും. അത് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിലോട്ട് പോകും. ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ അറ്റ്ലീസ്റ്റ് 3 ബാറെങ്കിലും വേണമെന്ന് പറയുന്നത്. ഒരു ഫുൾ ചാർജ് ബാറ്ററി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സ്റ്റിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ body.dat എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഡൗൺലോഡബിൾ ഫയൽ കിട്ടുന്നത്. ഒരു കാരണവശാലും അതിൻ്റെ പേര് മാറ്റരുത്. പേര് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. സോ പ്രീവിയസ് അപ്ഡേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒത്തിരി വലുതായിരിക്കും. പക്ഷേ ഒരു എൻഡ് യൂസർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ്. വലിയൊരു പുതിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ആയിരുന്നു ഷോർട്ട് മാർക്ക്, അതേപോലെ മോണിറ്ററിങ് ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്ന ആ ഡിജിറ്റൽ സിഗ്നേച്ചർ മാത്രമാണ്. അത് നമ്മളെപ്പോലൊരു സാധാരണ യൂസർക്ക് അത് ബെനിഫിറ്റബിളും അല്ല. ആക്ച്വലി നമ്മുടെ ക്യാമറ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന പോലെ ബോഡി അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വരും. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് വേർഷൻസിനകത്ത് പോയി നോക്കുമ്പോൾ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വേർഷൻ 5.0 ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നെറ്റ്വർക്കിനകത്ത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊന്നും കാണാനില്ല. അങ്ങനെ നമ്മുടെ സോണി A7 IV ഫേംവെയർ അപ്ഡേറ്റ് 4.0 എന്ന് 5.0 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഒന്നുമില്ല. സോ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്രയും ക്ലീൻ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. സോ വരും ദിവസങ്ങളിൽ ഈ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു മേജർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ളതൊന്നുമില്ല. അത് കാരണം കൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഫീച്ചേഴ്സ് ജസ്റ്റ് പറഞ്ഞു പോയത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ചെറിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോണി A7 IV ഫേംവെയർ അപ്ഡേറ്റിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാപ്പി ഷൂട്ടിംഗ്. ബൈ ബൈ.